ഏവർക്കും നമസ്കാരം. അഡ്വോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളാണ്. പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ആ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചു പട്ടണങ്ങൾ കൂടി നമുക്ക് നോക്കിപ്പോവാം. നമ്മൾ ഇനിയും ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് നാസിക് എന്ന് പറയുന്ന പട്ടണത്തെ പറ്റിയാണ്. നാസിക് എവിടെയാണ്? നാസിക് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. ഇത് ജില്ലയുടെ പേരുകൂടിയാണ് നാസിക് എന്ന് പറയുന്നത്. നാസിക് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ്. ഗോദാവരി നദിയുടെ തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത്. നാസിക്കിന് മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട്. ഇന്ത്യയില് കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങളിൽ ഒന്നാണ് നാസിക് എന്ന് പറയുന്നത്. 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. 4 സംസ്ഥാനങ്ങളിൽ. അതിൽ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഉത്തർപ്രദേശിലെ അലഹാബാദ്, മധ്യപ്രദേശിലെ ഉജ്ജയിൻ, ഇനിയും ഏറ്റവും അവസാനമായിട്ട് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാസിക് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോദാവരി നദിയുടെ തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റൊരു നഗരമാണ് രാജമുന്ദ്രി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലാണ് രാജമുന്ദ്രി സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ് രാജമുന്ദ്രി. രാജമുന്ദ്രിയും ഗോദാവരിയുടെ തീരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു നഗരമാണ് കാലേശ്വരം എന്ന് പറയുന്നത്. തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് കാലേശ്വരം എന്ന് പറയുന്നത്. കാലേശ്വരം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ്. അപ്പോൾ ഗോദാവരി നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട 3 നഗരങ്ങളാണ് നാസിക്, രാജമുന്ദ്രി, കാലേശ്വരം. ഇനി നിസാമാബാദ്. നിസാമാബാദ് ചോദിച്ചാലും അത് ഗോദാവരിയുടെ തീരത്ത് തന്നെയാണ് നിസാമാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പേരൂടെ ഓർത്തു വെക്കുക, ഭദ്രാചലം. ഭദ്രാചലവും സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. അപ്പോൾ നിസാമാബാദ്, ഭദ്രാചലം തുടങ്ങിയ നഗരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. ഇനി നമുക്ക് ഗോവയിലേക്ക് പോവാം അല്ലെ. ഗോവ എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. ഗോവയിലേക്ക് നമുക്ക് പോവാം. ഗോവയിലെ പ്രധാനപ്പെട്ട നഗരമാണ് പനാജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പനജി എന്ന് പറയുന്നത്. പനജി സ്ഥിതി ചെയ്യുന്നത് മണ്ടോവി നദിയുടെ തീരത്താണ്. നദിയുടെ പേരാണ് മണ്ടോവി എന്ന് പറയുന്നത്. മണ്ടോവി ഗോവയുടെ ജീവരേഖ. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ടോവി. മണ്ടോവി നദിയുടെ തീരത്താണ് പനാജി സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത നഗരമാണ് മൈസൂർ എന്ന് പറയുന്നത്. മൈസൂർ എവിടെയാണ്? കർണാടകയിലാണ് മൈസൂർ. അതോടൊപ്പം തന്നെ ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണം ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായിരുന്ന സ്ഥലമാണ് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണം കർണാടകയിലാണ്. ഇനിയും കുടക്. കുടക് കൂർഗാണ്. കുടക് തന്നെയാണ് കൂർഗ് എന്ന് പറയുന്നത്. കാവേരി ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കൂർഗ് എന്ന് പറയുന്നത്. ഇത് 3ഉം കർണാടകയിലാണ്. ഇത് 3ഉം ഏത് നദിയുടെ തീരത്താണ്? കാവേരിയുടെ തീരത്താണ്. അപ്പോൾ കാവേരിയുടെ തീരത്തുള്ള കർണാടകയിലെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണ്. ഒന്നാമത്തത് കുടക്, 2 ശ്രീരംഗപട്ടണം, 3 മൈസൂർ എന്ന് പറയുന്നത്. കർണാടകയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഇത് തന്നെയാണ്, കാവേരി തന്നെയാണ്. ഇനി അടുത്ത സ്ഥലമാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത്. തഞ്ചാവൂർ തമിഴ്നാട്ടിലാണ്. തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചിറപ്പള്ളി. തിരുച്ചിറപ്പള്ളിയും എവിടെ തന്നെയാണ്? തമിഴ്നാട്ടിലാണ്. മേട്ടൂർ. മേട്ടൂർ, ഈറോഡ്, സേലം, നാമക്കൽ. ആ നഗരങ്ങൾ ഒന്നുകൂടെ ഓർത്തു വെക്കുക. തഞ്ചാവൂര്, തിരുച്ചിറപ്പള്ളി, മേട്ടൂര്, ഈറോഡ്, സേലം, നാമക്കൽ. ഇത്രയും സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. നദിയുടെ പേരാണ് കാവേരി എന്ന് പറയുന്നത്. കാവേരിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ നഗരങ്ങൾ. ഇനിയും അടുത്തത് കർണാടകയിലെ ഒരു സ്ഥലമാണ് ഹംപി എന്ന് പറയുന്ന സ്ഥലമാണ്. ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ പേറുന്ന ഒരു നഗരമാണ് ഹംപി എന്ന് പറയുന്നത്. ഹംപി ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തുംഗഭദ്ര നദിയുടെ തീരത്താണ്. തുംഗഭദ്ര. തുംഗഭദ്ര എന്ന് പറയുന്ന നദി ആരുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഹംപി കർണാടകയിലാണ്. അടുത്തത് മധുര. മധുര തമിഴ്നാട്ടിലെ മധുരയാണ്. തമിഴ്നാട്ടിലെ മധുരയാണ്. തമിഴ്നാട്ടിലെ മധുര സ്ഥിതി ചെയ്യുന്നത് വൈഗ നദിയുടെ തീരത്താണ്. വൈഗ നദിയുടെ തീരത്താണ് തമിഴ്നാട്ടിലെ മധുര അല്ലെങ്കിൽ മധുരൈ സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലം സംഭരിച്ചു വയ്ക്കുന്ന ഡാമിന്റെ പേരും വൈഗ
എന്ന് തന്നെയാണ്. ഇനി അടുത്തത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്ന് ചെന്നൈ സ്ഥിതി ചെയ്യുന്നത് രണ്ട് നദികളുടെ തീരത്താണ്. ആദ്യത്തെ നദിയുടെ പേരാണ് കൂവം എന്ന് പറയുന്നത്, കൂവം നദി. രണ്ടാമത്തെ നദിയുടെ പേരാണ് അടയാർ. കൂവം, അടയാർ നദികളുടെ തീരത്താണ് ചെന്നൈ സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈ പ്രധാനമായിട്ടും രണ്ട് നദികളുടെ തീരത്താണ്. ആദ്യത്തെ നദിയുടെ പേരാണ് കൂവം, രണ്ടാമത്തെ നദിയുടെ പേരാണ് അടയാർ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ വായിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ ഒരു നദിയാണ് കൂവം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദി കൂടിയാണ് കൂവം എന്ന് പറയുന്നത്. അത് ആ ഒരു ചെന്നൈ പട്ടണത്തിന്റെ സ്വാധീനം മൂലമാണ്. അടുത്തതാണ് മുംബൈ എന്ന് പറയുന്നത്. മുംബൈ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിഥി നദിയുടെ തീരത്താണ് മുംബൈ സ്ഥിതി ചെയ്യുന്നത്. മുംബൈ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ മിഥി നദിയുടെ തീരത്താണ് മുംബൈ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട നഗരമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. കൊൽക്കത്ത എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഹൂഗ്ലി നദിയുടെ പേരാണ് ഹൂഗ്ലി നദിയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത്. ഹൂഗ്ലി ഗംഗയുടെ ഒരു കൈവഴിയാണ്. കൈവഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയും. അതായത് മെയിൻ നദിയിൽ നിന്ന് വിഭജിച്ചു പോകുന്ന നദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈവഴികൾ എന്ന് പറയുന്നത്. ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവഴിയാണ് ഹൂഗ്ലി എന്ന് പറയുന്നത്. അതായത് വെസ്റ്റ് ബംഗാളിൽ വെച്ച് ഗംഗയുമായിട്ട് വേർതിരിഞ്ഞു പോകുന്ന നദിയാണ് ഹൂഗ്ലി. ആ ഹൂഗ്ലി നദിയുടെ തീരത്താണ് ഏത് നഗരം സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പട്ടണമാണ് ദിബ്രുഗഡ്. എവിടെയാണ് ദിബ്രുഗഡ് എന്ന് പറയുന്ന സ്ഥലം? എവിടെയാണ്? ആസാമിലാണ്. ആസാമിലെ ദിബ്രുഗഡ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ആസാമിലെ ദിബ്രുഗഡ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ആസാമിലെ തന്നെ മറ്റൊരു നഗരമാണ് ഗുവാഹത്തി എന്ന് പറയുന്നത്. ആസാമിലെ തന്നെ മറ്റൊരു നഗരമാണ് ഗുവാഹത്തി എന്ന് പറയുന്നത്. ഗുവാഹത്തിയും ഏത് നദിയുടെ തീരത്താണ്? ഗുവാഹത്തിയും സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളാണ് ദിബ്രുഗഡ്, ഗുവാഹത്തി. എന്നിവ. ഇനി അടുത്ത നഗരം ജമ്മുവിലെ ശ്രീനഗർ ആണ്. ജമ്മുവിലെ ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഝലം നദിയുടെ തീരത്താണ്. ജമ്മുവിലെ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ഝലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഝലം നദി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിദാസ്ത എന്നും ഹൈഡാസ്പസ് എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ഝലം എന്ന് പറയുന്നത്. കാശ്മീർ താഴ്വരയുടെ രൂപീകരണത്തിന് കാരണമായ നദിയാണ് ഝലം എന്ന് പറയുന്നത്. ആ ഝലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട രണ്ട് ഹിൽ സ്റ്റേഷനുകളുടെ പേരുകളാണ്. ഒന്ന് ബദ്രിനാഥ്, രണ്ട് കേദാർനാഥ്. ആദ്യത്തെ ഹിൽ സ്റ്റേഷൻ ആണ്, തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് രണ്ടെണ്ണം, ബദ്രിനാഥും കേദാർനാഥും. ഈ രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അതിൽ ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. ഉത്തരാഖണ്ഡിലെ അളകനന്ദ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം കേദാർനാഥ്, ഉത്തരാഖണ്ഡിലെ തന്നെ കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് മന്ദാകിനി നദിയുടെ തീരത്താണ്. മന്ദാകിനി നദിയുടെ തീരത്താണ് കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നത്. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ്. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് മന്ദാകിനി നദിയുടെ തീരത്താണ്. അടുത്ത സ്ഥലമാണ് ലുധിയാന എന്ന് പറയുന്നത്. ലുധിയാന എവിടെയാണ്? ലുധിയാന പഞ്ചാബിലാണ്. ഇന്ത്യയുടെ സൈക്കിൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പഞ്ചാബിലെ ലുധിയാന എന്ന് പറയുന്നത്. പഞ്ചാബിലെ ലുധിയാന സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയുടെ തീരത്താണ്. സത്ലജ് നദിയുടെ തീരത്താണ് പഞ്ചാബിലെ ലുധിയാന സ്ഥിതി ചെയ്യുന്നത്. സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച ഷുക്കില ചുരം വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് എടുത്തു പറയാനുള്ള കാരണം ഇത് മുൻകാലഘട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമായതുകൊണ്ടാണ്. അപ്പോൾ ലുധിയാന സ്ഥിതി ചെയ്യുന്നത്, പഞ്ചാബിലെ ലുധിയാന സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയുടെ തീരത്താണ്. അടുത്ത നഗരമാണ് കോട്ട എന്ന് പറയുന്നത്. കോട്ട രാജസ്ഥാനിലാണ്. കോട്ട സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയുടെ തീരത്താണ്. കോട്ട ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ അത് ചമ്പൽ നദിയുടെ തീരത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട നഗരമാണ് കറാച്ചി എന്ന് പറയുന്നത്. കറാച്ചി ഇന്ത്യയിലാണോ? ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലെ സ്ഥലമാണ് കറാച്ചി എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് കറാച്ചി.
കറാച്ചി സിന്ധുവിന്റെ തീരത്താണ്. കറാച്ചി സ്ഥിതി ചെയ്യുന്നത് സിന്ധുവിന്റെ തീരത്താണ്. സിന്ധുവിന്റെ തീരത്തുള്ള നഗരങ്ങളിലെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി എന്ന് പറയുന്നത്. റാവൽപിണ്ടി പാകിസ്ഥാനിലാണ്, സിന്ധുവിന്റെ തീരത്താണ്. ഇനിയും ലഡാക്ക് ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ലഡാക്ക് എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്ക് സ്ഥിതി ചെയ്യുന്നത് സിന്ധുവിന്റെ തീരത്താണ്. ലഡാക്കിന്റെ തലസ്ഥാനമായിട്ടുള്ള ലേ സ്ഥിതി ചെയ്യുന്നത്, ലഡാക്കിന്റെ തലസ്ഥാനമാണ് ലേ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് ലേ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല അത് കച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് ലേ എന്ന് പറയുന്നത്. ലേ സ്ഥിതി ചെയ്യുന്നത് സിന്ധുവിന്റെ തീരത്താണ്. അപ്പോൾ സിന്ധുവിന്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കറാച്ചി, റാവൽപിണ്ടി, ലഡാക്ക്, ലേ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തു വെക്കുക. പ്രാചീന നഗരമായിട്ടുള്ള ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന നഗരമായിട്ടുള്ള മോഹൻജദാരോ സ്ഥിതി ചെയ്തിരുന്നതും സിന്ധുവിന്റെ തീരത്താണ്. മോഹൻജദാരോ എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ അത് സിന്ധുവിന്റെ തീരത്തായിരുന്നു. ഇനിയും ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്നത് രവി നദിയുടെ തീരത്താണ്. രവി, സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള രവി നദിയുടെ തീരത്താണ് ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്നത്. രവി നദിയുടെ തീരത്താണ് ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്നത്. ഇനിയും ലാഹോർ രവിയുടെ തീരത്താണ്. ദ റിവർ ഓഫ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയാണ്. ചമ്പ, എവിടെയാണ് ചമ്പ കാണപ്പെടുന്നത്? എവിടെയാണ് ചമ്പ എന്ന് പറയുന്ന സ്ഥലം? എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ഒരു ജില്ലയുടെ പേരുകൂടിയാണ് ഏതെന്ന് പറയുന്നത് ചമ്പ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ്, സുഖവാസ കേന്ദ്രം കൂടിയാണ് ചമ്പ. ആ ചമ്പ സ്ഥിതി ചെയ്യുന്നത് രവിയുടെ തീരത്താണ്. അപ്പോൾ രവിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഹാരപ്പ, ലാഹോർ, ചമ്പ എന്നിവ. പക്ഷേ മോഹൻജദാരോ സ്ഥിതി ചെയ്തിരുന്നത് സിന്ധുവിന്റെ തീരത്താണ്. ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്നത് രവിയുടെ തീരത്താണ്. ഇത് മാറിപ്പോകാതെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഡാർജിലിംഗ് എവിടെയാണ്? ഡാർജിലിംഗ് ഉത്തരാഖണ്ഡിലോ ഹിമാചൽ പ്രദേശിലോ അല്ല. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ ഒരു ഹിൽ സ്റ്റേഷന്റെ പേരാണ് ഡാർജിലിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും മത്സര പരീക്ഷകളിൽ കാണാറുണ്ട് ഹിമാലയത്തിന്റെ റാണി, ദ ക്യൂൻ ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഡാർജിലിംഗ് എന്ന് പറയുന്നത്. ഡാർജിലിംഗ് ഏത് നദിയുടെ തീരത്താണ്? ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് മഹാനന്ദ നദിയുടെ തീരത്താണ്. മഹാനന്ദ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് കാർഗിൽ എന്ന് പറയുന്നത്. കാർഗിൽ എവിടെയാണ്? ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ്? ജമ്മു കാശ്മീരിലാണോ ലഡാക്കിലാണോ? തീർച്ചയായിട്ടും അത് ലഡാക്കിലാണ് കാർഗിൽ. കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് സുരു നദിയുടെ തീരത്താണ്. സുരു സിന്ധുവിന്റെ ഒരു പോഷക നദിയാണ് സുരു എന്ന് പറയുന്നത്. ആ സുരു നദിയുടെ തീരത്താണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. കാർഗിൽ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ സുരു നദിയുടെ തീരത്താണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു നഗരമാണ് മൊറാദാബാദ് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് സ്ഥിതി ചെയ്യുന്നത് രാംഗംഗ നദിയുടെ തീരത്താണ്. രാംഗംഗ എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ്. രാംഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ദേശീയ ഉദ്യാനമായിട്ടുള്ള ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് രാംഗംഗ എന്ന് പറയുന്നത്. ആ രാംഗംഗയുടെ തീരത്താണ് മൊറാദാബാദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൊറാദാബാദ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ രാംഗംഗ നദിയുടെ തീരത്താണ് മൊറാദാബാദ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീതീര പട്ടണങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ച വിവിധ പോയിന്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.